ഷിരൂരിൽ മണ്ണിടിച്ചിൽ മരിച്ച അർജുൻ്റെ മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് കൈമാറും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. മംഗളൂരു ഫോറൻസിക് ലാബിലേക്ക് അയച്ച DNA സാമ്പിളുകളുടെ പരിശോധനാ ഫലം നാളെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നാളെ യഥാർത്ഥത്തിൽ ഉത്തരകന്നഡ ജില്ലാ പോലീസ് മേധാവി M. നാരായണ നാളെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പുഴയിൽ നിന്ന് കരയിലേക്ക് മാറ്റിയ ലോറിയിൽ നിന്ന് ഇന്ന് കുറച്ച് കൂടുതൽ അസ്ഥിഭാഗങ്ങളും ഒക്കെ കണ്ടെടുത്ത്, അതേപോലെ ചില വസ്ത്രങ്ങളും, അതുപോലെ ലോറിയുടെ ഒരു കളിപ്പാട്ടവും അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ച കളിപ്പാട്ടവും ഒക്കെ തന്നെ ഇന്ന് ഗംഗാവാലി പുഴയ്ക്ക് അടിയിൽ നിന്ന് കണ്ടെടുത്ത ഈ ലോറിയിൽ ഉണ്ടായിരുന്നു. ലോറിയുടെ ക്യാബിനിൽ നിന്ന് ലഭിച്ചത് അർജുന്റെ ശരീരഭാഗങ്ങളാണെന്ന് ഉറപ്പിക്കുമ്പോഴും നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. DNA പരിശോധനാ ഫലത്തിലൂടെ സ്ഥിരീകരിച്ചാൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇതിനായി അർജുന്റെയും സഹോദരൻ അഭിജിത്തിന്റെയും DNA സാമ്പിളുകൾ മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. Already family members' DNA profiling is with us. Already postmortem of this body has to done. And today there is some more bones are left in the cabin, so we are retrieving it. It will be given to the doctors. Today evening they are doing the autopsy and they shape the entire body, and we will send it today to the regional forensic laboratory to match the DNA. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള പൂർണ്ണ ചെലവ് കർണാടക സർക്കാർ വഹിക്കും. അർജുന്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസിനെ കർണാടക പോലീസ് അനുഗമിക്കും. അതിനിടെ കൂടുതൽ ക്രെയിനുകൾ എത്തിച്ച് പുഴയിൽ നിന്ന് ലോറി കരയിലേക്ക് മാറ്റി. ലോറിക്കുള്ളിൽ നിന്നും കൂടുതൽ അസ്ഥിഭാഗവും അർജുന്റെ വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഷർട്ടുണ്ട്, ബിരിയുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ബിരിയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ്. ബാക്കിൽ അയലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൽ ചിലപ്പോൾ തൂക്കിയിട്ടതായിരിക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ ഇനിയുമുണ്ട് 2 മനുഷ്യർ, ലോകേഷും ജഗന്നാഥും. അവർക്കെന്ത് സംഭവിച്ചുവെന്ന ചോദ്യത്തിനും ഉത്തരം വേണം. ഷിരൂരിൽ നിന്നും ടീം 24.